ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ പറമ്പിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു തോന്നൽ, നമുക്ക് കൂണില്ലേ, നമ്മളെ നാടൻ കൂണില്ലേ, അത് തിരഞ്ഞു പോയാലോ എന്ന്. അതിപ്പോൾ എവിടെയുള്ളത് നമുക്കറിയില്ലല്ലോ, അപ്പോൾ തിരഞ്ഞ് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനും ഏട്ടനും മക്കളും എല്ലാവരും പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങുന്നതിനൊഴികെ ആദ്യകൂട്ട് ഞങ്ങളുടെ കൂടെ കൂടി. അപ്പോൾ അവനും ഉണ്ട്. ഇത് നമ്മളുടെ സ്ഥലം തന്നെയാണ്. മഴയൊക്കെ ആയിട്ട് ആകെ കാട് കയറിയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വഴിയില്ല. അപ്പോൾ ഏട്ടൻ മുന്നിൽ നടന്നിട്ട് ഇങ്ങനെ പുല്ലൊക്കെ മാറ്റി മാറ്റി തന്നോട്ടെ ഞങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞങ്ങൾ കഷ്ടപ്പെട്ട് പുല്ലൊക്കെ മാറ്റി നമ്മുടെ പറമ്പിൻ്റെ ഒരു മൂലയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇത്രയും നേരം തന്നിട്ടും ഒരു കൂണ് പോലും കണ്ടില്ല കേട്ടോ. പക്ഷേ ഞങ്ങളുടെ കുടംപുളി മരം അത് കായ്ച്ചതായിട്ട് കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഇനി കുടംപുളിയൊക്കെ പഴുക്കുമ്പോൾ താഴെ ചാടുമ്പോൾ പെറുക്കാൻ പോകുന്നതും അതിങ്ങനെ ഉണക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാലും ഞങ്ങൾ ഇത്രയും നേരം ഇത്രയും പേര് തിരഞ്ഞിട്ടും ഒരു കൂണ് പോലും കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ട് കേട്ടോ. എൻ്റെ സങ്കടം മനസ്സിലാക്കിയിട്ട് ഏട്ടൻ പറഞ്ഞേ, സാരില്ല, നമുക്ക് തോട്ടിൻ്റെ സൈഡിലൊക്കെ ഒന്ന് പോയി നോക്കാം, അവിടെയും കൂണൊക്കെ ഉണ്ടാകുമല്ലോ, എന്നാൽ നമുക്ക് അവിടെ പോയി തിരഞ്ഞാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ സമ്മതം പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ തോട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ 4 പേരും തോട്ടിലേക്ക് എത്തി. 4 പേരും 4 വഴിക്ക് അങ്ങോട്ട് തിരയാൻ തുടങ്ങി. ഒന്നെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഏട്ടൻ വിളിക്കുന്നത്, ഇങ്ങോട്ടേക്ക് വാ, ഇവിടെ ദേ ഒന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ സന്തോഷം കൊണ്ട് ഓടിപ്പോയി കേട്ടോ. അപ്പോൾ ദേ നിൽക്കുന്നത് കണ്ടോ. നിങ്ങൾക്കും ഇഷ്ടമാണോ ഈ കൂട്? ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാത്തവരുണ്ട്. നല്ല ടേസ്റ്റാണ്. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇതുണ്ടാകുമായിരുന്നു കേട്ടോ. അതായത് കട്ടിലിൻ്റെ അടിയിലൊക്കെ അന്നൊക്കെ നമ്മൾ ചാണകം കൊണ്ട് മെഴുകിയ നിലമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കട്ടിലിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ പൊട്ടി മുളച്ച് ഇങ്ങനെ ഉണ്ടാവും. നല്ല ഭംഗിയായി കാണാനും. ഇതിൻ്റെ മൊട്ട് കാണാൻ ഒരു രസമല്ലേ. മൊട്ട് കാണാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. എന്തായാലും ഞങ്ങൾക്ക് ഒന്നെങ്കിലും കിട്ടി, നിരാശരായില്ല. അപ്പം ഞാനത് തോട്ടിൽ കൊണ്ടുവന്ന് ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല മണ്ണുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തേ. പിന്നെ ഞങ്ങൾ അതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമായിരുന്നു. വരുന്ന വഴിക്ക് നമ്മുടെ വീടിനടുത്തുള്ള ചേച്ചീൻ്റെ വീട്ടിലേ നിറച്ചും ചീരച്ചേമ്പുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി അതെനിക്ക് കുറച്ച് പറിച്ച് തന്നു കേട്ടോ. തോരൻ വെച്ചോന്ന് പറഞ്ഞിട്ട് അത് പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേച്ചി പറഞ്ഞത്, പറമ്പിലൊരു മരത്തിൽ ഒരു കായ ഉണ്ടായിട്ടുണ്ട്, അത് നിറച്ചുണ്ടായിട്ടുണ്ട്, അതിൻ്റെ വെയിറ്റ് കൊണ്ട് കൊമ്പ് താഴെ പൊട്ടി പോയിട്ടുണ്ട്, വേണമെങ്കിൽ പറിച്ചെടുത്തുകൊണ്ട് പോയിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് ചേച്ചിക്കും അറിയില്ല, എനിക്കും അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് അച്ചാറുണ്ടാക്കാനും വെള്ളം കലക്കാനൊക്കെ എടുക്കാറുണ്ട്, പക്ഷെ ഇതിൻ്റെ പേര് മാത്രമാണ് അറിയാത്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ ചുവട്ടിൽ പോയപ്പോഴത്തേക്ക് ഇതേ കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ചത് പറിച്ചെടുത്തു. അങ്ങനെ ചേച്ചി അതെനിക്ക് കവറിലൊക്കെ ആക്കി തന്നു കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലെത്തി കൂണൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് നിന്നു. കൂണാണെങ്കിൽ നമ്മളൊന്ന് മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ട് വെക്കണമല്ലോ കുറച്ച് നേരം. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് ചെയ്തു. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ചീരച്ചേമ്പൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു. ചീരച്ചേമ്പ് കൊണ്ടുള്ള തോരനും ഉണ്ടാക്കി, കൂണ് കൊണ്ടുള്ള തോരനും ഉണ്ടാക്കി. കൂൺ തോരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഒരു കൂണല്ലേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ 2 തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഈ കൂൺ തോരനൊക്കെ ഇഷ്ടമാണോ, കൂണ് കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ ഇഷ്ടമാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് നമുക്ക് എന്തായാലും ഒരു കൂണേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇനി അധികം കൂണുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യട്ടെ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.